മഴമുകിൽ. രചന മീനു ദേവൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്നാൽ എന്റെ അളിയ ഇതെങ്ങനെ കടിച്ചു കീറാൻ നടന്നിരുന്ന നീയോളും മനു കഷ്ടം വെച്ച് അവനെ നോക്കി. ആവോ എനിക്കറിയില്ല. അവൾ അടുത്ത് നിൽക്കുമ്പോൾ എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും ഞാൻ പതറിപ്പോകുന്ന പോലെ, എന്നെ തന്നെ മറക്കുന്ന പോലെ ഇനി എനിക്ക് പിടിച്ചിക്കാൻ പറ്റുമെന്ന് തോന്നില്ലടാ. പക്ഷേ ഒരു പക്ഷേയില്ല. അവളെ നിന്റെ കാമുകിയല്ല, ഭാര്യ. നേരിട്ട് ചെന്ന് പറയണേ. അങ്ങ് ചെന്ന് പറഞ്ഞാൽ മതി. പള്ളക്ക് കത്തിയേറ്റാൻ നടക്കുന്നവളാ. പിന്നെ അവിടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഞാൻ തകർന്നു പോയില്ലടാ. പക്ഷെ അതിനൊക്കെ മുമ്പ് ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണം. അല്ലാതെ പോയി പറഞ്ഞു വെറുതെ നാണം കിടണ്ട. അതിനൊരു വഴിയുണ്ട്. മനു പറഞ്ഞ ഋഷി പ്രതീക്ഷയോടെ അവനെ നോക്കി. ഈ പത്രത്തിൽ എൻ്റെ ഒരു കസിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അവനെ പൊക്കിയ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടുമായിരിക്കും. ഏതവനെങ്കിലും കൊന്നിട്ടായാലും തപ്പിയെടുത്ത് തരണം അളിയ. എൻ്റെ ജീവിത പ്രശ്ന തന്നിരിക്കും. ഉച്ചയ്ക്ക് ശേഷം ലീവ് പറഞ്ഞു. രണ്ടാക്കും മുങ്ങാം. ഉച്ചയ്ക്ക് ലീവ് എടുത്ത് ഋഷിമാരു നേരെ പത്രം ഓഫീസിൽ പോയി. അവരെ കാത്തിരിക്കുന്ന സത്യത്തെ കണ്ടെത്താനായി. വീട്ടിൽ ഉച്ചഭക്ഷണം കഴിച്ച് മുത്തിയുമായി കഥ പറഞ്ഞിരിക്കുകയാണ് തൻവി. മുത്തി, ഋഷിയുടെ ആദ്യയുടെ അച്ഛനും അമ്മയും? അവൾ ചോദ്യഭാഗത്തിൽ നോക്കി. അതൊക്കെ ഒരു കഥയാ മോളെ, പറയാനാണെങ്കിൽ കുറേയുണ്ട്. തനു കേൾക്കാനായിരുന്നപ്പോൾ മുത്തി പറഞ്ഞു തുടങ്ങി. ഋഷി ജനിച്ച് 5 വർഷം കഴിഞ്ഞ ആദ്യം ഉണ്ടായത്. പ്രസവത്തിലെ അമ്മ മരിച്ചു. അച്ഛൻ ബാങ്ക് ജീവനക്കാരനായിരുന്നേ. അതിൽ പിന്നെ അച്ഛനും അവരെ നോക്കാതായി കുടിച്ച് നശിച്ചു. പ്രേമ കല്യാണമായിരുന്നേ. അവളെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. അവള് പോയ പിന്നെ മക്കളും വേണ്ട, വീടും വേണ്ട. ആദ്യം ഒന്നും എടുത്തിട്ട് പോലുമില്ല. ഋഷിയുടെ അമ്മ ഈ നാട്ടുകാരി അല്ല കേട്ടോ. ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് സ്നേഹിച്ച് കിട്ടിയതാ. അതുകൊണ്ട് അമ്മ വീട്ടുകാരായിട്ടൊരു ബന്ധവുമില്ല. ഋഷിയെ ആദ്യം നോക്കി വളർത്തിയത്. ഈ ഞാൻ പോലും ഒരു കാര്യം ചെയ്യാൻ അവൻ സമ്മതിക്കില്ല. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. ആദ്യം 10 പഠിക്കുമ്പോൾ ഒരാക്സിഡൻറ്റിൽ അച്ഛനും. പിന്നെ ഋഷിയുടെ ജീവിതവും കുത്തഴിഞ്ഞ പോലെയായിരുന്നു. അതൊന്നും പറയാണ്ടിരിക്കുന്ന നല്ലത്. മുത്തി എന്തൊക്കെ ആലോചിച്ച് ദീർഘനിശ്വാസം വിട്ടു. ഒരുപാട് അനുഭവിച്ചു എൻ്റെ കുട്ടി. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് എല്ലാം നേരെയായിട്ട് ഇന്നീ നിലയിലെത്തിയത്. കുടുംബ സ്വത്തുള്ളതുകൊണ്ട് പൈസക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാതെയായി. അവരുടെ സന്തോഷമൊക്കെ നശിച്ചു. ഇപ്പോഴും കാക്കക്കും പൂച്ചക്കും കൊടുക്കാതെ അടക്കി പിടിച്ച് വളർത്തു ആദ്യേ. അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ദേഷ്യവും വഴക്കൊന്നും. അവൻ വളർന്ന സാഹചര്യം അങ്ങനെയായിരുന്നു. മുത്തി കണ്ണുടച്ചുകൊണ്ട് അവളെ നോക്കി. അവളുടെ നിറഞ്ഞൊഴുകുന്ന മിഴികൾ അവരിലും വേദന വളർത്തി. താനുമോളുടെ അമ്മയും അച്ഛനൊക്കെ എന്ത് ചെയ്യുക? ഒറ്റ മോളാന്നോ? മോളെ പറ്റിയൊന്നും പറഞ്ഞില്ലാലോ? മുത്തി ചോദിച്ചതും അടുക്കളയിൽ നിന്ന് കുക്കറിന്റെ വിസിലടിച്ചത് ഒരുമിച്ചായിരുന്നു. തനു എല്ലാ ദൈവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി. അവളുടെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നിറമുള്ള ഓർമ്മകൾ ഒരു നിമിഷത്തേക്ക് മിന്നിമറഞ്ഞു. അതെല്ലാം കണ്ണുനീരായി ചാരിട്ട് ഒഴുകാൻ തുടങ്ങി. അതൊന്നും ഓർക്കാൻ കൂടെ ഇഷ്ടമില്ലാത്ത പോലെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് ഋഷിയും മനുവും കൂടെ നേരെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പത്രം ഓഫീസിലേക്ക് വിട്ടു. ചെന്നതും മനുവിന്റെ ഫ്രണ്ടിനെ കണ്ട് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു. അവരും ഡീറ്റെയിൽസ് തപ്പിയെടുക്കുക എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ഋഷി മുള്ളിമേരിക്കുന്ന പോലെയാണ്. നിന്റെ ഭാര്യകത്ത് പ്രസവിക്കാൻ കിടക്കുന്നുണ്ടോ? മനുവിന്റെ കസിൻ പോയ സ്ഥലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്ന ഋഷിയെ കണ്ടവൻ ചോദിച്ചു. രൂക്ഷമായ നോട്ടമായിരുന്നതിനുള്ള മറുപടി. നോക്കി പേടിപ്പിക്കണ്ട, നിന്റെ മട്ടും ഭാവം കണ്ട് ചോദിച്ചു പോയതാ. ഇവിടെ വന്നൊന്നിരിക്ക്. അവൻ തപ്പിയെടുത്തുകൊണ്ട് വന്നോളൂ. അല്ല പിന്നെ ബാക്കിയുള്ളവരിവിടെ തീ ചവിട്ടി പോലെ നിൽക്കുക. ആ നേരത്തെ നിന്റെ അടിഞ്ഞ കോമഡിയിട്ട് വന്നാൽ മൂക്കിടിച്ച് പരത്തുമെന്ന് ഞാൻ. ഋഷി ഉള്ളിലുള്ള ടെൻഷനെല്ലാം പുറത്തുവിട്ട തൃപ്തിയിലും മനു കിട്ടേണ്ടതെല്ലാം കിട്ടി ബോധിച്ചുകൊണ്ടും മിണ്ടാതിരിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് മനുവിന്റെ കസിൻ പുറത്തേക്ക് വന്നു. ഋഷി അങ്ങോട്ട് എഴുന്നേറ്റ് ഓടി. ഇവന് വട്ടാണോ? അവൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? മനുവും പിറിവിറുത്തുകൊണ്ട് പിന്നാലെ പോയി. ഋഷി പ്രതീക്ഷയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. എന്താണ് അവന് പറയാനുണ്ടാവുന്നതെന്നും ആലോചിച്ച്. അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് ഋഷിയുടെ കണ്ണുകൾ ചുവന്ന് കുറുകി വന്നു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. മനുവിന്റെ കൈകളിൽ അവന്റെ പിടിമുറുകും തോറും അവൻ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കത്തിന്റെ അളവ് മനു അറിയുകയായിരുന്നു. രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചു കിടന്നിട്ടും ഋഷി വന്നിട്ടുണ്ടായിരുന്നില്ല. മുത്തി വാതിൽ തുറക്കാനുള്ള ഡ്യൂട്ടി തനുവിനെ ഏൽപ്പിച്ച് നേരത്തെ തന്നെ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് പോയിരുന്നു. ആദ്യ ഉണ്ണി ഋഷി വരുന്നവരെ പബ്ജികളിലുമാണ്. ആന കുത്തിയാൽ പോലും രണ്ടിനെ അറിയില്ല. കൊല്ലടാ തല്ലടാ എന്നൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. അത്രക്ക് ഡെഡിക്കേഷനാണ് രണ്ടിനും. രാത്രി ലേറ്റായിട്ടാണ് അവൻ വന്നത്. കോളിംഗ് ബെല്ല് മുഴങ്ങിയാൽ തനുപോയി വാതിൽ തുറന്നു കൊടുത്തു. ഋഷിയെ നോക്കാതെ തന്നെ അവൾ തിരിഞ്ഞു കിടന്നു. അവന്റെ വിളി കേട്ടതും പിടിച്ചു കെട്ടിയ പോലെ അവൾ നിന്നു. പിന്നെ തിരിഞ്ഞ് ചോദ്യഭാഗത്തോടെ അവനെ നോക്കി. അവന്റെ മുഖഭാവം കണ്ടതും ആളുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു പേടി ഇരച്ചു കയറി. മുഖം വലിഞ്ഞു കയറി ചുവന്നിരിക്കുന്നു. കണ്ണുകളിൽ ദേഷ്യഭാവം. അവളെ രൂക്ഷമായി നോക്കുന്നുമുണ്ട്.
ഇതുവരെ കാണാത്ത വല്ലാത്തൊരു ഭാവത്തിൽ അവൻ തന്റെ മുന്നിൽ നിന്നും തനു ചെറുതായിട്ടൊന്ന് വിറക്കാൻ തുടങ്ങി. എന്താ? അവൾ വിക്കി ചോദിച്ചു. നിന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞ്? ഋഷിയുടെ ചോദ്യത്തിലെ കനത്ത ഭാവം തിരിച്ചറിഞ്ഞ് അവളൊന്ന് വിറച്ചു. അത് പിന്നെ കളമശ്ശേരിയിൽ. കാരണം പോച്ചുള്ള ഒരു അടിയായിരുന്നതിനുള്ള മറുപടി. തനു നടന്നെന്താണെന്ന് കൂടി മനസ്സിലാവാതെ കവിളിലും കൈവച്ച് അവനെ തന്നെ നോക്കി നിന്നു. തലയിലൊക്കെ ഒരു പെരുപ്പ് കയറുന്ന പോലെ വായിൽ ഉപ്പുരസം നിറയുന്നു. കണ്ണുനീർത്തുള്ളികൾ കവിളിനെ നനയിച്ചുകൊണ്ട് ചാലിട്ടൊഴുകി. അവൾ എന്തോ വീണ്ടും പറയാമെന്നതും ഋഷി കൈ ഉയർത്തി തടഞ്ഞു. കള്ളം മാത്രം പറയുതെന്ന് ഒരു വട്ടം ഞാൻ പറഞ്ഞു, എന്നിട്ട് നീ? ജ്വലിക്കുന്ന കണ്ണുകളോടെ അവൻ നിന്ന് വിറച്ചു. ഋഷിയേട്ടൻ, ഞാൻ എന്തോ പറയാനായി വന്ന് അവളെ കൈ ഉയർത്തി തടഞ്ഞവൻ. അവന്റെ കണ്ണുകളിൽ എരിയുന്ന ദേഷ്യം അവളെ ഒന്നാകെ ചുട്ടുപൊള്ളിച്ചു. ബാംഗ്ലൂരിലുള്ള ബിസിനസ് രാജാവ് ആനന്ദ് മൽഹോത്രയുടെ ഒരേ ഒരു മകൾ തൻവി മൽഹോത്ര എപ്പോഴാണ് ഈ കളമശ്ശേരിക്കാരിയായത്? അവന്റെ ചോദ്യം ഇടുത്തി പോലെ അവിടെ കാതിൽ പതിച്ചതും എന്തു പറയണമെന്നറിയാതെ അവൾ തരിച്ചു നിന്നു. ഋഷിയുടെ ആ ചോദ്യം തനുവിനെ ആകെ ഒന്ന് ഉലച്ചു. ഞെട്ടലോടെ അവൾ അവനെ നോക്കി. അവന്റെ കണ്ണുകളിലെ ദേഷ്യം അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഇതുപോലൊരു ഭാവത്തിൽ ആദ്യമായിട്ടായിരുന്നു അവൾ അവനെ കാണുന്നത്. ഒരു നിമിഷം എന്ത് പറയണമെന്ന് പോലും അറിയാതെ അവനെ തന്നെ നോക്കി അവൾ നിന്നു. നിന്നോട് ചോദിച്ചു കേട്ടില്ലേ? ഋഷിയുടെ കനത്ത സ്വരം വീണ്ടും അവളുടെ കാതിൽ മുഴങ്ങി. അവൾ പേടിയോടെ അവനെ നോക്കി. അത് പിന്നെ എനിക്ക് അവളുടെ സ്വരം വിറക്കാനും ശരീരം വിയർക്കാനും തുടങ്ങി. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പണങ്ങൾ ചെന്നിയിൽ ചാലുകൾ തീർത്തു. അവളുടെ ഓരോ ഭാവങ്ങളും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച ഋഷി എന്തോ ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് അവളുടെ കൈയും പിടിച്ച് അവന്റെ റൂമിൽ കൊണ്ടുപോയി വാതിലടിച്ച് കുറ്റിയിട്ടു. തനു പകപ്പോടെ അവനെ നോക്കി. അവന്റെ മുഖത്ത് അപ്പോഴും ദേഷ്യഭാവം നിറഞ്ഞു നിന്നിരുന്നു. അവനൊരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു. ഇരിക്കും. അവൻ കസേര വലിച്ച് അവളുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. അവൾ പേടിയോടെ അതിലിരുന്നു. അവൻ കട്ടില്ല. ഇനി പറ, സത്യം അറിയാനുള്ള അവകാശമുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് നിനക്ക് നല്ലപോലെ അറിയാലോ. അവനത് പറഞ്ഞതും ഞെട്ടലോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. നിയമപരമായി ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഇതുവരെ അവന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അധികാരവും സമീപനവും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്ന പോലും. അവൾ അവിശ്വസനീയതയോടെ അവനെ നോക്കി. പക്ഷേ അവൾ നിർവികാരമായിരുന്നു. ഒരു ഭാവഭേദം പോലുമില്ലാതെ അവളെ തന്നെ നോക്കിയിരിക്കുന്നു. അത് ഋഷിയേട്ടൻ, ഞാൻ... ആൾക്ക് പേടി മൂലം വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. സത്യം മാത്രം മതി. അന്ന് ഞാൻ അതേ ചോദിച്ചിട്ടുള്ളൂ. എന്നിട്ട് നീ... എനിക്കറിയണം, അത് എന്ത് തന്നെയാണെങ്കിലും. അവന്റെ സ്വരം കനത്തു. മുഖം വലിഞ്ഞു മുറുകി. മുഷ്ടി ചുരുണ്ടുവരുന്ന് അവളുടെ ഉള്ളിൽ ഭീതിയുടെ കണികകൾ വിതറി. താന് കുറച്ചേരം എന്തോ ആലോചിച്ചിരുന്നു. പിന്നെ പതിയെ കണ്ണുകൾ അമർത്തി തുടച്ച് പറഞ്ഞു തുടങ്ങി അവളുടെ കഥ. ബിസിനസ് കിങ് ആനന്ദ് മൽഹോത്രയുടെയും ഭാര്യ മാലിനി മൽഹോത്രയുടെയും ഏകമകൾ തൻവി മൽഹോത്ര. സ്വർഗതുല്യമായ ജീവിതമായിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും പ്രാണനായിരുന്നു അവൾ. ബാംഗ്ലൂരിൽ സ്ഥിരമാക്കിയ മലയാളി പേരുകളുള്ള പഞ്ചാബി കുടുംബം. പക്ഷെ എല്ലാം തകിടം മറിഞ്ഞ പെട്ടെന്നാണ്. വിധി അവൾക്ക് കരുതി വെച്ചത് മറ്റു പലതുമായിരുന്നു. തനു +2 പഠിക്കുമ്പോൾ ഒരു ആക്സിഡന്റിൽ 2 പേരും. അന്ന് അവൾ മാത്രം ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് ചെറിയച്ഛനും കുടുംബവുമാണ് അവളെ നോക്കിയത്. അവൾക്ക് 18 വയസ്സാകുന്നവരെ സ്വത്തിന്റെ പവർ ഓഫ് അറ്റോർണി അയാൾക്കായിരുന്നു, മാനവ് മൽഹോത്രയ്ക്ക്. അവൾക്ക് 18 വയസ്സ് തികയുന്നവരെ നന്നായി തന്നെ നോക്കി. മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണെങ്കിലും ഒരു കുറവുമില്ലാതെ വളർത്തി. പക്ഷേ സ്വത്ത് കൈമാറുന്ന സമയം വന്നപ്പോൾ കളി മാറ്റി. പിന്നെ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിരുന്നു ശ്രമം. അതിനായി പല വഴികളും നോക്കി. അവസാനം ആരും അറിയാതെ അയാളുടെ സുഹൃത്തിന്റെ മകൻ രാഹുലുമായി കല്യാണം വരെ നിശ്ചയിച്ചു. അവനേക്കാളും വലിയൊരു ആഭാസന ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ല. സ്വത്തൊക്കെ എങ്ങനെയെങ്കിലും കൈക്കലാക്കി അവളവിടുന്ന് എന്നേക്കുമായി ഒഴിവാക്കാനുള്ള ശ്രമം. കല്യാണം കഴിഞ്ഞ് അവന്റെ ആവശ്യം കഴിഞ്ഞാൽ ഏതെങ്കിലും മാർവാടികൾക്ക് കൊടുക്കുമെന്ന് പറയുന്നു കേട്ടു. എന്തുകൊണ്ടും നിസ്സഹായമായ അവസ്ഥ. ജീവിക്കണോ മരിക്കണോ എന്ന് പോലും അറിയാതെ പകച്ചു പോയ നാളുകൾ. എതിർത്താൽ കൊന്നുകളയുമെന്ന് നല്ലപോലെ അറിയാം. കൊന്നാൽ പോലും ചോദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. ഒറ്റപ്പെടലിന്റെ വേദനകൾ അനുഭവിച്ച നാളുകൾ. എല്ലാം കൊണ്ടും തകർന്ന അവളെ വീട്ടിൽ അവളോടുള്ള കൂറുള്ള ചില ജോലിക്കാരാണ് കല്യാണത്തലേന്ന് ആരും കാണാതെ പുറത്ത് കടത്തിയത്. പിന്നെ കൂടെ പഠിച്ചിരുന്നൊരു സുഹൃത്തിന്റെ സഹായത്തോടെ കേരളത്തിലേക്ക് വന്നു. അവളുടെ വീട്ടിലായിരുന്നു ഇത്രയും കാലം. ചെറിയച്ഛന്റെ കണ്ണിൽപ്പെടാതെ കഴിഞ്ഞിരുന്നു. അവർ കുടുംബത്തോടെ വിദേശത്ത് സെറ്റിലായപ്പോൾ ഫ്രണ്ട് തന്നെയാണ് ഹോസ്റ്റൽ ശരിയാക്കി തന്നും അങ്ങോട്ട് മാറിയതുമല്ല. അവളുടെ അച്ഛൻ ശരിയാക്കി തന്ന ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോഴാണ് ലോഡ്ജിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. പിന്നെ ഋഷിയുടെ ലൈഫിലേക്ക് വരുന്നു. പറഞ്ഞു കഴിഞ്ഞ് നിറകണ്ണുകൾ ഉയർത്തി അവൾ അവനെ നോക്കി. ആ കണ്ണുകളിൽ തെളിയുന്ന അപരിചിതമായ ഭാവത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ അവൾ നിന്നു. അവരെന്നെ അന്വേഷിച്ച ആള് വിട്ടിട്ടുണ്ട്. ചെറിയച്ഛൻ്റെ ആളുകളെ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എന്നാൽ ലോഡ്ജിൽ എനിക്കൊരിക്കൽ ഏതൊരു കെണിയിലാണ് ഋഷിയേട്ടനും. അല്ലാതെ ആ പേപ്പറിൽ വന്ന ന്യൂസിനെ പറ്റി എനിക്കൊന്നും അറിയില്ല ഋഷിയേട്ടാ. ചിലപ്പോൾ അതെനിക്കുള്ളൊരു മുന്നറിയിപ്പാകും, അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള തന്ത്രം. അന്ന് ചോദിച്ചപ്പോൾ പേടിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നു. ഇവിടുന്ന് കൂടി ഇറക്കി വിട്ട എനിക്ക് പിന്നെ... ആൾ പറഞ്ഞ് പൂർത്തിയാക്കാതെ തേങ്ങലോട് അവനെ നോക്കി. മുഖത്തൊരു ഭാവവ്യത്യാസമില്ല. എന്തോ ഓർത്തിരിക്കുന്ന പോലെ അതേ നിർവികാര ഭാവം. പക്ഷേ കണ്ണുകളിൽ കടലിരുമ്പുന്ന പോലെ തീക്ഷ്ണമായ ഭാവം.
അവൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ ഒരു നിമിഷം പതറി നിന്നു. പിന്നെ പതിയെ എഴുന്നേറ്റ് അവന്റെ മുന്നിലായി വന്ന് മുട്ടുകുത്തിയിരുന്നു. അവന്റെ ഇരുകൈകളും ചേർത്ത് പിടിച്ച് അവളിലേക്ക് നെറ്റി ചേർത്ത് വെച്ചു. അവളുടെ കണ്ണുനീർ തുള്ളികൾ അവന്റെ കൈവരിലൂടെ ഒലിച്ചിറങ്ങി. എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കല് ഋഷിയേട്ട. പോവാൻ വേറൊരു ഇടയില്ലാത്തോണ്ട്, സ്വന്തം എന്ന് പറയാൻ ആരില്ലാത്തോണ്ട്, ഒരു സ്ഥാനം വേണ്ട, ഒരു വേലക്കാരിയെ തന്നെ ഞാൻ കഴിഞ്ഞോളാം, ഒരു ശല്യത്തിന് ഞാൻ വരില്ല, അതിന് മാത്രം എന്നെ അനുവദിച്ചാൽ മതി. അവൾ നിറകണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവന്റെ കണ്ണിലെ ഭാവം അവൾക്ക് ഇപ്പോഴും അജ്ഞാതമായിരുന്നു. കൈവിടരുത്, അപേക്ഷയാ, എന്നെ ഒരു കൊന്നുകളി. ഈ വീടിന്റെ ഒരു കോണിൽ ആർക്കും ഒരു ശല്യാവധം ഞാൻ കഴിഞ്ഞോളാം. ഒരിക്കലും ഒരു ഭാര്യാപദവി അവകാശപ്പെട്ട് ഞാൻ വരില്ല. എന്നെ പറഞ്ഞയക്കാണ്ടിരുന്നാൽ മാത്രം മതി, പ്ലീസ്. അവൾ തൊഴുകയോടെ താഴേക്ക് ഊർന്നു വീണു. അവന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അവളുടെ കരച്ചിലിന്റെ ചീളുകൾ അവന്റെ നെഞ്ചിൽ തറഞ്ഞു. തന്റെ കടമിഴിക്കോണിൽ ഉതിരുന്ന ഒരു തുള്ളി കണ്ണുനീരിനെ തുടച്ചു മാറ്റിക്കൊണ്ട് അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൾ പ്രതീക്ഷയോടെ അവനെ ഉറ്റുനോക്കി. കരയണ്ട, കണ്ണുടക്ക്, നിനക്കിവിടെ കഴിയാം, ആരും കൊണ്ടുപോയില്ല നിന്നെ. അതും പറഞ്ഞ് അവൻ അവളെ നോക്കുപോലും ചെയ്യാതെ മുറിവിട്ട് പോയി. അവൻ പോയതും മനസ്സിൽ നാമ്പിട്ട എല്ലാ പ്രതീക്ഷകളും ഒറ്റയടിക്ക് ഇല്ലാതായതുപോലെ അവൻ പോയ വഴിയെ നോക്കി അവൾ നിന്നു. ഋഷി റൂമിൽ വന്നും ബെഡിലേക്ക് പാഞ്ഞു. കൈകൾ കൊണ്ട് കണ്ണുകൾ മറച്ചു കിടന്നു. അതുവരെ പിടിച്ചിരുത്തിയ കണ്ണുനീരിനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കി വിട്ടു. ചെന്നിയിലൂടെ നിശബ്ദമായി കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊഴുകി. ഈശ്വര, തന്റെ പെണ്ണ് കൺമുമ്പിൽ നിന്ന് കരഞ്ഞപ്പോ, എന്നെ പറഞ്ഞേക്കില്ലേ ഋഷിയേട്ടാന്ന് പറഞ്ഞ് കെഞ്ചിയപ്പോ നെഞ്ചു പൊട്ടിപ്പോകുന്ന പോലെ തോന്നിയിട്ടും, മാറോടാണ് ചിനി ഒരിക്കലും കൈവിടില്ലെന്ന കാതുകളിൽ പറയണമെന്ന് തോന്നിയിട്ടും, ചേർത്ത് പിടിച്ച അവളുടെ വിഷമങ്ങളെല്ലാം ഈ നെഞ്ചിൽ ഏറ്റുവാങ്ങണമെന്ന് മനസ്സ് നിശബ്ദം പറഞ്ഞിട്ടും തനിക്ക് എന്തേ കഴിഞ്ഞില്ല. ചങ്ക് പറയുന്ന വേദനയും സഹിച്ച അവൾക്ക് മുമ്പിൽ ഞാൻ നിന്നു. പറിച്ചെറിയാൻ ശ്രമിക്കുന്നതോറും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയ മുഖമാണ്. തനിക്ക് അവകാശപ്പെട്ടവളാണ്, തൻ്റെ ഭാര്യയാണ്, ഇപ്പോൾ തൻ്റെ പ്രാണനാണ്. അറിയില്ല എങ്ങനെയെന്നോ എപ്പോഴെന്നോ ഒന്നും അറിയില്ല, അറിയാൻ വേണ്ട. പക്ഷേ ഒന്നറിയാം, ഇനി ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. അവളെ ഈ ഇടനെഞ്ചിൽ തുടിപ്പുള്ളിടത്തോളം കാലം നെഞ്ചോട് ചേർത്ത് നിർത്തും. ഋഷിയുടെ പെണ്ണായി. ഓരോന്നോർത്തുകൊണ്ട് കണ്ണുനീരിനിടയിൽ നിറപ്പുഞ്ചിരിയോടെ ഋഷി ഉറക്കത്തിലേക്ക് വീണു. പക്ഷേ താനും മനസ്സിനുള്ളിലെ ഭാരങ്ങളെല്ലാം ഇറക്കിയെങ്കിലും ഋഷിയുടെ നിർവികാരത അവളെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരുന്നു. എത്രയൊക്കെ ആരുമല്ലെന്ന് പറഞ്ഞാലും തന്നെ വേണ്ടെന്ന് പറഞ്ഞാലും ഭർത്താവാണ്, അങ്ങനെയേ കണ്ടിട്ടുള്ളൂ. അവൻ കൂടെയുള്ളപ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വമാണ്. ചീത്ത പറഞ്ഞാലും മാട്ടി ഓടിച്ചാലും എല്ലാം ആസ്വദിച്ചിട്ടേയുള്ളൂ. കിട്ടാത്താണെന്ന് അറിഞ്ഞിട്ടും ഒരു വേള താനും ആഗ്രഹിച്ചു പോയോ? ഒന്ന് ചേർത്ത് പിടിക്കുമെന്നോ ആശ്വസിപ്പിക്കുമെന്നൊക്കെ കൊതിച്ചു പോയോ? നെറുകയിലൊരു 100 ചുംബനം താനും മോഹിച്ചുവോ? വേണ്ട, ഒന്നും വേണ്ട, ഒരാഗ്രഹവും വേണ്ട. സ്നേഹിക്കുന്നവരെല്ലാം പോയിട്ടേ ഉള്ളൂ. അല്ലെങ്കിലും തന്നെ പോലെ ഒരു പെണ്ണിനെ ഋഷി സ്നേഹിക്കുന്ന വിചാരിച്ച താനില്ലേ വണ്ടി. ഒന്നും വേണ്ട, മനസ്സിലറിയാതെങ്കിലും തളിരിട്ട മോഹങ്ങളെല്ലാം കുഴിയൊത്തി മൂടിയേക്ക് തരും. തനിക്ക് വിധിച്ചിട്ടില്ല ഒന്നും, അറിയിക്കാത്ത ആഗ്രഹിക്കുകയും വേണ്ട എന്ന് മനസ്സിനെ സ്വയം പഠിപ്പിച്ച് ഉറക്കം വരാതെ കിടന്നവൾ നേരം വെളുപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് ചെടിക്ക് വെള്ളം നനയ്ക്കുമ്പോൾ ഋഷി ജോഗിങ്ങിന് പോകുന്ന കണ്ടു. അവളൊന്നും മൈൻഡാക്കിയത് കൂടിയില്ല. ഒരു നോട്ടത്തിനായി കൊതിച്ചെങ്കിലും അവഗണനയായിരുന്നു ഫലം. രാവിലെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും അവളുടെ നോട്ടം പല വഴി അവന്റെ മുഖത്തേക്ക് പാളി വീണെങ്കിലും അബദ്ധവശാൽ പോലും അവിടെ നിന്നൊരു ദർശന പുണ്യം കിട്ടിയില്ല. ആദ്യമാണെങ്കിൽ തനുവിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഈ ജാതിക്കാത്തോട്ടം നിന്റെ നോട്ടം. ആദിയുടെ പാട്ടിയേട്ടം തനു ഋഷിയിൽ നിന്ന് ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചെടുത്തു. ഋഷി ഫുഡ് കഴിക്കാൻ നിർത്തി എഴുന്നേറ്റും പോയി. പോകുന്ന വഴി ആദിയെ നോക്കി പേടിപ്പിക്കാനും മറന്നില്ല. ഓഫീസിൽ മൂളിപ്പാട്ടും പാടി ജോലി ചെയ്യുന്ന ഋഷി മനുവിനൊരു പുതിയ കാഴ്ചയായിരുന്നു. അലയിൽ ഗൗരവത്തിന് കയ്യും കാലും വെച്ചവനാണ്. ടീ ബ്രേക്കിൽ മനുവിന് ഋഷിയുടെ വക ഒരു ചീസ് ബർഗറും ഹോട്ട് ചോക്ലേറ്റും സ്പെഷ്യലായിട്ട് കിട്ടി. നാരങ്ങ വെള്ളം പോലും വാങ്ങിത്തരാത്തവനാണ്. മനുവിന് എവിടെയോ എന്തോ വശപ്പശൊക്കെ തോന്നി. എന്താടാ, കഴിക്കുന്നില്ലേ? തന്നെ നോക്കിയിരിക്കുന്ന മനുവിനോട് ഋഷി ചോദിച്ചു. അല്ല സഹോ, എന്താണ് ഉദ്ദേശം? തീർത്തും ദുരുദ്ദേശം, ഋഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മനു ചോദ്യപാത്തിൽ അവനെ നോക്കി. എടാ, ഞാൻ അവളെ കെട്ടിയാലോ എന്ന് ആലോചിക്കുക. ഏതവളെ? ഒന്ന് കിട്ടിയ ക്ഷീണം തന്നെ മാറിയിട്ടില്ല, അപ്പോഴാ അടുത്ത്. നിനക്കിനിയും മതിയായിട്ടില്ലല്ലേ? എടാ പൊട്ട, അവളെ തന്നെയാ. ഋഷി അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഹോ, ഇതൊരുമാതിരി അല്ലാക്കിൽ ആ ഉലുങ്കഞ്ഞിയും പോലുണ്ടല്ലോ. എന്നിട്ട് നീ ഇത് അവളോട് പറഞ്ഞോ? എവിടുന്ന്? ഇന്നാണെങ്കിലും ഒന്ന് മുഖത്തുകൂടി നോക്കാൻ എനിക്ക് പറ്റുന്നില്ലടാ. അവളെ കാണുമ്പോൾ എൻ്റെ സകല ധൈര്യം ചോർന്നു പോവാ. എങ്ങനെയൊക്കെയോ മുഖത്ത് നോക്കാൻ ഞാൻ ഓടിപ്പോതാ മോനെ. അടിപൊളി. അത് നിന്റെ കാമുകയല്ല, ഭാര്യ. അതോർത്താ നന്ന്. നിന്റെ ഇമേജ് നോക്കിയിരുന്നാലേ പെണ്ണിന്റെ പാട്ടിന് പോവും. പിന്നെ അയ്യോ പൊത്തൊന്നും ഇവിടെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. എന്നാലും അളിയാ, അവളിങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാ
ഞാനങ്ങ് ഇല്ലാണ്ടായി പോയില്ലേ. എന്റെ മാനം. ചുമ്മാ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിച്ച സമയം കളയില്ലേ ഋഷി. എന്ത് അല്ല മാനവേ, അതൊക്കെ നിനക്കുണ്ടോടേ. ഒരുമാതിരി ആക്കരുത്. ബാക്കിയുള്ള സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ എന്നിട്ട് ഈ അളിഞ്ഞ കോമഡി ഉണ്ടല്ലോ, ഇതോളം നിർത്തിക്കണം കേട്ടല്ലോ. നീ അപ്പൊ ശരിക്കും സീരിയസ് ആണോ? പൊന്നു മനു ICU വരെ കിടക്കാനുള്ള സീരിയസാ. എന്തേലും ഒന്ന് പറഞ്ഞ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. 5-10 പേരെ വളച്ചു തേച്ച ആളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാ, യുദ്ധത്തിലും പ്രേമത്തിലും നിങ്ങൾ നിയമം നോക്കരുത്. മനസ്സിലായില്ല? ഋഷി സംശയത്തോടെ അവരെ നോക്കി. ആ പൊട്ട ഇനി ഒന്നും നോക്കാനില്ല. നേരെ പോയി നിനക്ക് ഇഷ്ടാണെന്ന് പറയുന്നു, അവളും ഇഷ്ടാണെന്ന് പറയുന്നു. ഒരു കെട്ടിപ്പിടുത്തം, ഏറിയ ഒരു കിസ്സടി കഴിഞ്ഞു. സോ സിമ്പിൾ. ഇതൊക്കെ നടക്കൂടെ? എനിക്കാണെങ്കിൽ ഇതൊന്നും വലിയ വശവുമില്ല. നടത്തണം. പിന്നെന്തിനാമത്തെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് ഞാനിവിടെ നിൽക്കുന്നത്. എല്ലാം ഞാൻ പഠിപ്പിച്ചു തരില്ലേ. ആദ്യം അവളെ വീഴ്ത്താം, പിന്നെ നിന്റെ വീട്ടിലൊരു ആന്റിക്ക് പീസ് ഉണ്ടല്ലോ, അതിന്റെ കാര്യം കുഴപ്പമില്ലടാ. ഒരു മേക്കപ്പ് സെറ്റിൽ ഒതുക്കാം. അവളോട് പറയുന്ന സീന് അതൊക്കെ ശരിയാവുന്നേ. ചിലപ്പോ ദയവായിട്ട് കൂട്ടിമുട്ടിച്ചാവും നിങ്ങളെ. എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.